നിന്റെ ചേട്ടനെ പേടിക്കണമെന്ന് ഞാൻ കൂടെ കൂടെ പറയാറില്ലേ? നിന്റെ ശരീരത്തിലും തൊട്ടതേ ഉള്ളൂ, ആ പാർട്ടിയുടെ എല്ലൊടിച്ചു വിട്ടു. സൂക്ഷിച്ചോ? കാത്തു സൂക്ഷിച്ചു വെക്കാനല്ലേ ചേട്ടൻ അനിയത്തി എനിക്ക് തരാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ചേട്ടനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. ആ, ഞാൻ ഭാഗ്യവതിയാ. ചേട്ടന്റെ കാര്യത്തിൽ മാത്രവും അല്ല, എല്ലാ കാര്യത്തിലും. എനിക്ക് എന്റെ ഭാഗ്യം വന്നത് നിന്നോട് കൂടിയാണ്. നീ എന്റെ ജീവിതത്തിൽ ഇല്ലാതായാൽ എന്റെ ഭാഗ്യവും പോകും. ഈ ആണുങ്ങൾ മുഖസ്തുതി പറയാൻ മിടുക്കന്മാരാ. ഞാനില്ലാതായാൽ ശ്യാം എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ഷടാ, ഞാനെങ്ങാനും മരിച്ചുപോയാൽ പിന്നെ ശ്യാമിനെ കാണാൻ പറ്റില്ലല്ലോ. മരണം മണ്ണാൻ കട്ട, അനാവശ്യം പറയാതെ നാവടക്ക് പെണ്ണേ. ഒന്ന് പറയൂ ശ്യാം. എന്തോന്ന്? ഞാൻ മരിച്ചുപോയാൽ ശ്യാം എന്ത് ചെയ്യും? ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു ശവമായി മാറും. ആത്മഹത്യ ചെയ്യില്ല. നിന്നെ എന്നിൽ നിന്നും പിരിച്ച വിധിയോട് പ്രതികാരം ചെയ്യാൻ ഇഞ്ചിഞ്ചായി ഞാൻ എന്നെ കൊല്ലും. സ്വപ്ന, നീ എന്തിനാ കരയുന്നത്? ശ്യാം മരിക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ. സ്വപ്ന, നീയും ഞാനും തൽക്കാലം ഒന്നും മരിക്കാൻ പോകുന്നില്ല. ഇപ്പൊ നമുക്ക് ജീവിതത്തെ കുറിച്ച് ആലോചിക്കാം, പോരെ? ഏയ് ഏയ്, ഒരു സത്യം പറയട്ടെ. എന്താണ്? നീ ഒരു ശുദ്ധ വണ്ടിയാ. ആയിക്കോട്ടെ. ഇതെന്താണെന്ന് അറിയാമോ? എന്താ? NOC, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഫോറിനിൽ പോകാനല്ല, പിന്നെ നമ്മുടെ രണ്ടുപേരുടേതുമായ ലോകത്തേക്ക് പോകാൻ. അച്ഛനും അമ്മയ്ക്കും സമ്മതമാണ്. അവർ ഉടനടി വരുന്നു. എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ? നിന്നെ കാണാൻ. ഹലോ ഹലോ. ഗൗരവത്തിന് ആശാന്റെ ഇരിപ്പ്. ആ, ഗൗരവത്തിന് അന്തസ്സിന് എന്താടാ കുറവ്? പെങ്ങള് സമ്പാദിച്ചുകൊണ്ട് കൊടുക്കല്ലേ? എടാ അലക്സേ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടാ. സുന്ദരിയായ പെങ്ങന്മാരുണ്ടാകാൻ ഭാഗ്യം വേണം. അതും പോരാ, അവളെയൊക്കെ പണക്കാര് പിള്ളേർക്ക് കൂട്ടിക്കൊടുക്കാനുള്ള തൊലിക്കട്ടിയും വേണം. വേണം. അമ്മയും മോശമില്ലടാ, അവരും കൂടി അറിഞ്ഞുകൊണ്ട് ആ പരിപാടി. സ്വപ്ന, നിന്റെ ചേട്ടൻ ക്യാൻറ്റീനിൽ വെച്ച് ലാലുവുമായി അടികൂടി.
സ്വപ്ന സ്വപ്ന എന്റെ കൺമുമ്പിൽ വെച്ച് അവൾ പിടഞ്ഞു മരിക്കുന്നത് ഞാൻ കാണേണ്ടി വന്നല്ലോ. എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവളെ നമുക്ക് വിധിച്ചിട്ടില്ല. ദൈവം വിളിച്ചപ്പോ അവള് പോയി. ദൈവം വിളിച്ചിട്ടല്ല അവൾ പോയത്. അവനെ ഞാൻ... സുരേഷ്, പ്രതികാരം ഒരു കാര്യത്തിനും പരിഹാരമാവുന്നില്ല. നീ ചിന്ത മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കണം. അതിന് ഞാൻ മരിക്കണം. നോക്കു മോനെ, ഈ അമ്മയാണ് നിന്നോട് പറയുന്നത്. ഞാൻ വേണ്ടത്ര സഹിച്ചു. ഇനി എനിക്ക് വയ്യടാ മോനെ. നീ മാത്രമേ ഉള്ളൂ ഈ അമ്മയ്ക്ക്. നിനക്കൊന്നും സംഭവിക്കുന്നത് കാണാതെ അമ്മയ്ക്ക് കണ്ണടയ്ക്കണം. നീ എനിക്ക് വാക്കുതാ. അമ്മേ, നീ എന്തെങ്കിലും അപകടത്തിലേക്ക് എടുത്ത് ചാടുകയാണെങ്കിൽ അതിനു മുമ്പ് അമ്മ ജീവിതം അവസാനിപ്പിച്ചിരിക്കും. അമ്മേ, എനിക്ക് വാക്കുതാ. അമ്മയ്ക്കെന്നെ വിശ്വാസമില്ലേ? നീ അല്ലാതെ എനിക്ക് ആരുണ്ടടാ മോനെ വിശ്വസിക്കാൻ? അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. സത്യം. മതി, ചെല്ല്, പോയി വല്ലതും കഴിക്കേ. മോളെ, നിങ്ങൾ എന്റെ മകനെ രക്ഷിക്കണം. പണം എനിക്കൊരു പ്രശ്നമല്ല. ഐ ആം റെഡി ടു ത്രോ എനി എമൗണ്ട്. മിസ്റ്റർ രാജശേഖരൻ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം മറക്കരുത്. ദിസ് ഈസ് ദി ഓഫീസ് ഓഫ് കൃഷ്ണമാചാരി ബാറട്ട്ല. ഡോണ്ട് ബി എക്സൈറ്റഡ്. സാർ, എനിക്ക് ഭയമാകുന്നു. റിയലി ഐ ആം അഫ്രൈഡ്. മിസ്റ്റർ രാജശേഖരൻ, യു ആർ ഇൻസൾട്ടിംഗ് മൈ കരിയർ. നോ നോ നോ. എന്നെ കേസ് ഏൽപ്പിച്ചില്ലേ? നൗ യു ക്യാൻ ഫർഗെറ്റ് ഇറ്റ്. ഇതാ 20,000 രൂപയുണ്ട്. തൽക്കാലം ഇതിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. വക്കീലിന്റെ മിടുക്കുകൊണ്ട് ഏതായാലും ഈ പ്രാവശ്യം രക്ഷപ്പെട്ടു. മേലാൽ ഇത് ആവർത്തിക്കരുത്. പറഞ്ഞു മനസ്സിലായല്ലോ? വക്കീൽ. ഹലോ വക്കീൽ സാർ, നിങ്ങൾ എന്റെ മകന്റെ ജീവൻ കൊലമരത്തിൽ നിന്ന് രക്ഷിച്ചു. യു സേവ്ഡ് മൈ ഫേസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. നോട്ട് അറ്റ് ഓൾ മിസ്റ്റർ രാജശേഖരൻ. ഞാൻ എന്റെ കടമ ചെയ്തു. എന്റെ തൊഴിലിന്റെ അന്തസ് എന്റെ ജയത്തിലാണ്. ഐ വോണ്ട് ഫെയിൽ ഇൻ മൈ കേസ്. അതാണ് കൃഷ്ണമാചാരി ബാറട്ട്ല. നിങ്ങളെപ്പോലുള്ള ഒരാൾക്ക് മാത്രമേ ഈ കേസ് ജയിക്കാൻ പറ്റൂ. ഹലോ, ഐ ആം ഷുവർ അബൌട്ട് ഇറ്റ്. ഐ എം സോറി സുരേഷ്. മിസ്റ്റർ സുരേഷ്, സുരേഷിന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോൾ സുരേഷ് ഞങ്ങളോട് വൈരാഗ്യം കാട്ടരുത്. ബി ഫ്രണ്ട്സ്. ഇത് വാങ്ങൂ. സുരേഷിന്റെ നഷ്ടത്തിന് പകരമല്ല, എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി.
എനിക്ക് മനസ്സമാധാനം വിലയ്ക്ക് വാങ്ങണമെന്നില്ല. വേണമെങ്കിൽ ഞാനത് നേടിയെടുക്കും. സുരേഷ്, നിങ്ങളുടെ മകനെ വെറുതെ വിട്ടത് കോടതിയാണ്. പക്ഷേ എന്റെ മനസ്സിന്റെ കോടതി അവനെ വെറുതെ വിടില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ.